ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മന്ത്ലി ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോയിരുന്നല്ലോ, മെയ് മാസം. അപ്പോൾ ആ സമയത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നേ. കാരണം പനിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ എനിക്ക് ഈ ഒരു ലിവിങ് റൂം മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റാതെ പോയി. വന്ന ദിവസം തന്നെ അതിൻ്റെ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ യൂസ് ചെയ്യുന്ന ബെഡ്റൂമും ചെറിയ റൂമും അതുപോലെ കിച്ചണും ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലിവിങ് റൂം ഇങ്ങനെ വിട്ടേക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഡസ്റ്റ് ഉള്ളതും ഈ ലിവിങ് റൂമിൽ തന്നെയാണ്. ഇന്ന് എന്തായാലും ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതി. അപ്പം മാസത്തിൽ ഒരു തവണ ഇതുപോലൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മന്ത്ലി ക്ലീനിങ്ങും വീക്ക്ലി ക്ലീനിങ്ങും ഡെയിലി ക്ലീനിങ്ങും ഒക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് പനി പിടിച്ച കാരണം കൊണ്ടാണ് അതങ്ങ് മാറിപ്പോയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വ്ളോഗിൽ ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത്, വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കർച്ചീഫ് വെച്ച് മാസ്ക് പോലെ കെട്ടുന്നതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്ന്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്കാണെങ്കിൽ അങ്ങനെ മാസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കർച്ചീഫ് വെച്ചിട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് അതും മാത്രമല്ല, ഡസ്റ്റ് അലർജി എനിക്കില്ല. അപ്പോൾ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു മാസ്ക് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. നമുക്കിപ്പോൾ ക്ലോത്തിൻ്റെ മാസ്കും മെഡിക്കൽ മാസ്കും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ ഒക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് അലർജി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ആമിക്കാണെങ്കിൽ ഡസ്റ്റിൻ്റെ അലർജി ഉണ്ട്. അപ്പോൾ അവൾ വീട്ടിലുള്ള സമയത്തൊന്നും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. അവൾ സ്കൂളിൽ പോകുന്ന സമയം നോക്കിയിട്ട് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഉള്ളപ്പോഴും മാത്രമാണ് എനിക്ക് സമാധാനത്തിൽ എല്ലായിടത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വലുതായിട്ട് ഡസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിവിങ് ഹാളിൽ മാത്രമാണ് കേട്ടോ. അതായത് ഈ ലിവിങ് റൂമിൽ മാത്രമാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ ഡസ്റ്റ് കാണത്തില്ല. ഇവിടെ മെയിനായിട്ട് മെയിൻ റോഡാണ്, പിന്നെ മാത്രമല്ല തൊട്ടടുത്തൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ഗ്രൗണ്ടൊക്കെ ആയ കാരണം കൊണ്ട് നല്ലപോലെ ഡസ്റ്റ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ ഡസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും മേലേന്ന് താഴോട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നമ്മുടെ ഈ ഡസ്റ്റർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു വലയൊക്കെ അടിച്ചെടുക്കുന്ന ഒരു വലിയ ചൂലില്ലേ, അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തൂത്ത് വാരി എടുത്തിട്ട് ചുവരിലൊക്കെ, അത് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഷെൽഫുകളൊക്കെ ഇതുപോലെ കോളിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്പ്രേ ചെയ്തെടുക്കുന്നത്. ഈ ഷെൽഫിലൊക്കെ കണ്ടോ നല്ലപോലെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്യാം, അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ഞാനൊരു പെർഫെക്റ്റ് ഹോം മേക്കർ ആണോ അതോ ഒരു ഹാപ്പി ഹോം മേക്കർ ആണോ എന്ന്. അപ്പോൾ ഞാനും നിങ്ങളോട് അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഹോം മേക്കർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തിലും പെർഫെക്ഷൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും അങ്ങനെ പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാം പോകണമെന്ന് ഞാൻ അങ്ങനെ വാശി പിടിക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് വാശി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമുക്ക് ഒന്നിലും തന്നെ സാറ്റിസ്ഫൈഡ് ആവത്തില്ല, നമുക്ക് ഹാപ്പിനെസ് കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉള്ളവരും ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹാപ്പി ആയിട്ട് അത് ആസ്വദിച്ച് ക്ഷമയോടുകൂടി നമ്മളത് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ നാട്ടിൽ പോയല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഞാനും അവളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ സ്കൂളിലൊക്കെ. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഹോം മേക്കറാണ്, വേറെ പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ അവൾ എന്നോട് വളരെ കേട്ടപ്പോൾ തൊട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നിയൊരു കാര്യമാണ്. അതായത് അവൾക്കിപ്പോൾ പുറത്ത് ഫംഗ്ഷനൊന്നും പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അത്രേ, എന്തുകൊണ്ടാണ് പുറത്ത് പോയി ജോലിക്ക് പോകാത്തത്, ഇത്രയൊക്കെ പഠിച്ചതല്ലേ, എന്നിട്ട് എന്താ ജോലിക്ക് പോകാത്തതെന്ന്. അപ്പോൾ എന്നെ തന്നെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഇതേ ക്വസ്റ്റ്യൻ ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാണോ എന്ന് ആർക്കറിയാമല്ലേ?
പിന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് എല്ലാവർക്കും എളുപ്പമാണ്. ഇപ്പം നമ്മുടെ സ്ഥാനത്ത് വന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അവിടുത്തെ കാര്യം ഹാപ്പി ആയിട്ട് നോക്കുക, എന്നിട്ട് വരിക. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയിട്ട് എന്തിനാണല്ലേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഇപ്പം നമ്മളാണെങ്കിൽ കൂടി മറ്റൊരാളിനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വരുമ്പോഴുണ്ടല്ലോ, അത് കേട്ട് നിൽക്കുന്നവർക്ക് ഒരിക്കലും അത് സന്തോഷമായിരിക്കില്ല കിട്ടുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ബോൾഡ് ആവണമെന്നോ എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്യുന്നവരൊന്നും ആയിരിക്കില്ല. അപ്പോൾ എന്നോടും പലരും ചോദിച്ച സമയത്തൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് മാസങ്ങളോളം ഇരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. കാരണം വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട്, ജോലിക്ക് പോവാത്തതിൻ്റെ പേരിൽ നമ്മളെ കളിയാക്കുന്നതുകൊണ്ടാണ്. സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണമെന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരും തന്നെ ഉണ്ടാവത്തില്ല. പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യമാണല്ലേ. ഇപ്പോൾ എത്രയോ പേര് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവരിങ്ങനെ മക്കളെ നോക്കി, അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒത്തിരി സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവരെ പോലും ഇങ്ങനെ കുത്തി നോവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണല്ലേ. ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെ ഒരാൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ ഒരു ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ആ ഫാമിലിയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണല്ലേ. ഇപ്പോൾ എത്രയൊക്കെ ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ നോക്കാനായിട്ട് അമ്മമാർക്ക് തന്നെ പറ്റുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ജോലിക്കും കൂടി പോകുന്ന സ്ത്രീകളുണ്ട്. എത്രയോ പേര് രാവിലെ എഴുന്നേറ്റ് മക്കൾക്കും ഭർത്താവിനും ഒക്കെ വെച്ച് വേവിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ട് അവരൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാലും വീട്ടിലത്തെ ചിന്ത മാത്രമായിരിക്കും. തീരെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അവർക്കൊന്നും ഒരു സമാധാനവും കാണത്തില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അപ്പോൾ പുറമേ നിന്ന് കാണുന്നവർ വിചാരിക്കും പുറത്ത് പോയി സമ്പാദിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഏതൊരു സ്ത്രീയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജോലിക്ക് ഇറങ്ങിപ്പോയാലും കുടുംബത്തെക്കുറിച്ചൊരു ചിന്ത തന്നെ ആയിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അവർ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഉടനെ തന്നെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ, ഒന്ന് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാനോ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ എത്രയോ പേരാണ് വീണ്ടും അടുക്കളയിലേക്ക് കയറി പിറ്റേ ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാനുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്യുകയും മക്കളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. അപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്ന അമ്മമാരെ ആണെങ്കിലും ഒക്കെ ഒരുപോലെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ മറ്റൊന്നും നമുക്കിതിൽ പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടമ്മമാരോടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക കേട്ടോ. നമുക്ക് നമ്മുടേതായ ഒരു കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെപ്പോഴും സന്തോഷിക്കുക, അതിന് നന്ദി പറയുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളത്ര പോലും കിടക്കാനൊരു വീടില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖബാധിതരായിട്ടുള്ള എത്രയോ പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ തന്നേക്കുന്ന ഇത്രയും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ഒന്ന് ഓർത്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരു പേപ്പറിലോട്ട് എഴുതുക. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പേപ്പറിൽ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ എൻ്റെ നോട്ട് പാഡിൽ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോഴേക്കും ഞാൻ അതാണ് എടുത്ത് നോക്കുന്നത് കേട്ടോ. ഏത് സാഹചര്യത്തിലും എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് അതാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷകരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് ദൈവം തന്നിട്ടുള്ള നല്ല അനുഗ്രഹങ്ങൾ, മറ്റുള്ളവരെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യവതിയാണെന്ന് എപ്പോഴും ചിന്തിക്കുന്നത് ആരോഗ്യപരമായി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഇതുവരെയും ദൈവം സഹായിച്ച് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നേക്കാളും നല്ലൊരു ജീവിതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അതൊന്നും ഇല്ലാതെ എത്രയോ പേര് നമുക്ക് ചുറ്റും വിഷമിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. പിന്നെ കയറിക്കിടക്കാനൊരു വീടും അതുപോലെ 3 നേരം കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു ഭാഗ്യമൊന്നും ഈ ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാനില്ല. അതൊന്നും ഇല്ലാതെ എത്രയോ പേരാണല്ലേ തെരുവിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിന് വേണം നമ്മൾ നന്ദി പറയാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാനൊന്നും പോവണ്ട. അവരോട് തിരിച്ച് മറുപടിയും പറയാനായിട്ട് പോകണ്ട. കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കുട്ടി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പുറത്തിറങ്ങി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ജോലിയില്ല വീട്ടിലാണ് ഇരിക്കുന്നത് എന്ന് പറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എനിക്കും ആ ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഞാനൊരു വീട്ടമ്മയാണെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കതിൽ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ പുറത്ത് പോയി ജോലിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ആരുമില്ല ഇവിടെ. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയി ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മകൾക്ക് ഈ സമയത്ത് കിട്ടേണ്ട സ്നേഹമാണല്ലോ നിഷേധിക്കപ്പെടുന്നത്. അതും മാത്രമല്ല, ഇപ്പോൾ പൈസയ്ക്ക് പൈസ തന്നെ വേണം അതൊക്കെ തന്നെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലെ സാഹചര്യം, നമ്മുടെ സാഹചര്യം, നമുക്ക് ചുറ്റുമുള്ള അവസ്ഥകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും പോലെ ജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ പോയി ജോലി ചെയ്യണമെന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് ഹോം മെയ്ഡ് ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷനുണ്ട്. ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്ന് ആക്റ്റീവ് ആയാലും മതി. പക്ഷേ അതിനൊക്കെ നല്ല ക്ഷമ വേണം. മാസം തോറും നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വരത്തില്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ. അതിന് നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുന്നേ തന്നെ ഒന്ന് ആലോചിക്കുക കേട്ടോ, നമ്മളെയാണ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്നുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി തലയിലെടുത്തുകൊണ്ട് സ്ട്രെസ്ഫുള്ളായിട്ടൊന്നും നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. ഈ പറയുന്നവരൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ വിഷമിക്കാൻ കിടക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു കഴിവുണ്ട്. ഈശ്വരൻ നമ്മളെ ഒരു കഴിവോട് കൂടി തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വ്ളോഗ് തന്നെ കാണുന്നില്ലേ, ഞാനിപ്പോൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ സെൽഫ് കെയറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റീഡിങ്ങിനാണെങ്കിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടംപോലെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും കേട്ടോ. നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചടഞ്ഞിരിക്കുമ്പോഴാണ് അനാവശ്യ ചിന്തകൾ വരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ സ്വയം വിചാരിക്കുക, നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒരു മാറ്റം കൊണ്ടുവരണം. പിന്നെ ഒരു ഹോം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ നെടുന്തൂണാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ദിവസം വീട്ടിലെ പണികളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആ വീടിൻ്റെ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ ചെയ്യുന്നത് പോലെ ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ അത്രയും ഒരു ഇതൊന്നും ഒരു കുടുംബത്തിലും ഒരാളും ചെയ്താലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കുറ്റം പറയുന്ന ആളുകളും കൂടി മനസ്സിലാക്കണം, നിങ്ങൾ ഈ മനോവേദന ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സ്ത്രീകളുണ്ടല്ലോ, അതായത് ഈ വീട്ടമ്മമാർ, നിങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ പേരിൽ സ്ട്രെസ്സായിട്ട് ഇരിക്കുകയും വിഷമിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ കൂടെ വിഷമിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരും അതുപോലെ മക്കളും ആയിരിക്കും. കാരണം അങ്ങനെ ഓരോന്ന് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലരെങ്കിലും അതിൻ്റെ പേരിൽ മനം നൊന്ത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്ന് കുറേ നാളത്തേക്ക് അത് വലിയൊരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടാക്കും. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് കേട്ടോ. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കൊക്കെയാണോ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരിൽ നിന്നൊക്കെ 8ൻ്റെ അല്ല 16ൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളും സെൽഫിഷ് ആവുക കേട്ടോ. നമ്മൾ നമ്മുടേതായ ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക.
നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, മക്കളെ നോക്കുന്നു, എല്ലാവരെയും നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കൂടി നോക്കുക. സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വീട്ടമ്മയ്ക്ക്. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മറ്റൊരു രഹസ്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു നമ്മളറിയാതൊരു കോൺഫിഡൻസും നമ്മുടെ ജീവിതത്തെ തന്നെ സ്നേഹിക്കാനും തുടങ്ങും കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് വേണ്ടിയാണ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് എനിക്കുള്ളതെന്ന് സ്വയം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അമിതമായ സ്ട്രെസ്സും ടെൻഷനും ചിന്തകളും ഒക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ചുറ്റുമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, പകരം നമുക്ക് മാറാൻ പറ്റുമല്ലോ. അപ്പം നമ്മളെ തന്നെ ബിസിയാക്കി വെച്ചേക്കുക. അപ്പോൾ എല്ലാത്തിലും പെർഫെക്ഷൻ കണ്ടുപിടിക്കാൻ നിൽക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പി ഹോം മേക്കറായിട്ട് ഇരിക്കാൻ പറ്റും. എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം, നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഹോം മേക്കറാണോ അതോ ഒരു പെർഫെക്റ്റ് ഹോം മേക്കർ ആണോ എന്നുള്ളത്. മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ വിചാരിച്ച പോലെ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കത്തില്ല. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒന്ന് വയ്യാതാവുകയോ നമുക്ക് തന്നെ ഒന്ന് വയ്യാതാവുകയോ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും അങ്ങനെയുള്ള കേസസ് ഒഴിവാക്കിയാലും ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റണം. നമ്മുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരൊന്നും പറയുന്നതൊന്നും കേൾക്കാനോ മൈൻഡ് ചെയ്യാനോ ഒന്നും പോകണ്ട കേട്ടോ. നമ്മുടേതായ ഒരു ലോകത്ത് നമ്മുടെ സന്തോഷം സ്വയം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.